ലൈഫിൽ എപ്പോഴെങ്കിലും ചൈനയിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേട്ടോളൂ. വളരെ എളുപ്പമാണ് വരാനായിട്ട്. 25,000 രൂപ അടുത്തൊക്കെ ടിക്കറ്റ് ചാർജ് വരുന്നുള്ളൂ എങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ 25+25 ഇവിടെ നിൽക്കാൻ ഡെയിലി ഒരു 2,000 ആ ഒരു റേഞ്ചിലൊക്കെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചൈനയിൽ വരാൻ പറ്റും. ജോലി ആവശ്യത്തിനല്ല, ഞങ്ങളിവിടെ വന്നേക്കുന്നത് ബിസിനസ്സിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റിയ മാനുഫാക്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കൂടെ തന്നെ നാട്ടിലെ ഒരുപാട് ചെറുകിട ബിസിനസ്സും വൻകിട ബിസിനസ്സും ചെയ്യുന്ന 25-30ഓളം ആളുകളുണ്ട്. ഈ കാണുന്ന എല്ലാം ക്യാൻറ്റൺ ഫയറിൻ്റെ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഇപ്പോൾ ഒരു മാസത്തേക്ക് ഒരുപാട് മാനുഫാക്ചേഴ്സ് വന്നിട്ട് ഒരുപാട് അവരുടെ പ്രോഡക്റ്റുകൾ എല്ലാവരും ലോകത്തിലുള്ളവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാണിക്കും. ഇത്രയും വലിയ ബിൽഡിങ്ങാണ്, ഒരുപാട് പേര് വരുന്നതുകൊണ്ടേ. പക്ഷേ ചൈനയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഭാഷയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. ആകെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഓരോ സ്റ്റോള് ഇത് ഇൻ്റർനാഷണൽ പവലിയനാണ്. ടർക്കി, കൊറിയ, അമേരിക്ക അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സ് വരെ ഇവിടെ അവരുടെ പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. ഒരു മാസം നടക്കുന്ന ഈ പരിപാടിയിൽ ഈ ഒരു മാസത്തിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ആദ്യം കൂടുതൽ ഇലക്ട്രോണിക്സ്, അങ്ങനെ വീട്ടുപകരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. പിന്നീട് കൂടുതലും ഈ ഹോം ഡെക്കോർ, ഫർണിച്ചർ അങ്ങനെയുള്ള സാധനങ്ങൾ. ഏറ്റവും അവസാനം ക്ലോത്ത് കാര്യങ്ങൾ അങ്ങനെയാണ് വരിക. ഒരുപാടുണ്ട്. അതിൻ്റെ ഒരു കാറ്റലോഗിൽ നോക്കിയാൽ കുറേ ഉണ്ട്. ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ പങ്കെടുക്കണം. കാരണം അത്രയധികം നെറ്റ്വർക്കുകളും ഇവിടെയുള്ള നമ്മുടെ കൂടെ വരുന്നവർ തന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. നമ്മൾ 1,00,000 രൂപ കൊടുത്തൂടെ വന്നു കഴിഞ്ഞാൽ അത്ര അറിവാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കോളേജിലോ എങ്ങും പഠിപ്പിക്കാൻ പറ്റാത്ത അത്ര അറിവ് പല രീതിയിൽ നമ്മുടെ ബിസിനസ്സിന് ശരിക്കും ഉപകാരപ്പെടും. വരാനായിട്ട് വലിയ ചാർജൊന്നുമില്ല. പക്ഷേ ഒരു ചൈനീസ് ഭാഷ അറിയാവുന്ന ഇവിടെ ഒരാൾ നമ്മളെ സഹായിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരപ്പെടും. ഞങ്ങളിത് ചൈനയിലെത്തി. ചൈനയിലുള്ള തെരുവുകളിലൂടെയൊക്കെ നടക്കുകയാണ്. ചൈനയിൽ വരാൻ നേരത്ത് നിങ്ങൾ 2-3 കാര്യങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യവും ടെൻഷൻ അടിക്കാനില്ല. ആദ്യത്തേത് VPN എന്ന് പറഞ്ഞ പരിപാടി. അതായത് നമ്മൾ ചൈനയിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ കുറേ ബാനഡ് ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ട് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് VPN. ഇത് പേ ചെയ്ത് പല കമ്പനികളുണ്ട്, ലെറ്റ്സ് VPN, അങ്ങനെ പല കമ്പനികളുണ്ട്. അവരുടെ ഒരു 200 രൂപ 300 രൂപയിലേക്കൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഗൂഗിൾ പേയിലൂടെ അത് ആക്ടിവേറ്റ് ആക്കാൻ പറ്റും. അത് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഏത് സോഷ്യൽ മീഡിയ വേണമെങ്കിലും ഉപയോഗിക്കാം. ലെറ്റ്സ് VPN അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു VPN ആക്ടിവേറ്റ് ആക്കാം. ഇനി ആക്ടിവേറ്റ് ആക്കിയിട്ടില്ലെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരും. ഒരു 300 ഷോപ്പിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് VPN, വാട്സ്ആപ്പ് കണക്ഷൻ. ഒരു മാസത്തേക്ക് 300 രൂപയാണ് ഇവിടെ ചെയ്യുന്നതിന്. പക്ഷെ ആദ്യം അതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരുന്നതാണ് കുറച്ചും കൂടി എളുപ്പമുള്ള പരിപാടി. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഇൻ്റർനാഷണൽ രീതിയിലേക്ക് കോൾ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു പ്ലാൻ എടുക്കുക. വൈഫൈ കോളിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളതുണ്ട്, വൈഫൈ കോളിംഗ് ഇല്ലാത്തതുണ്ട്. വൈഫൈ കോളിംഗ് ഇല്ലാത്തതാണ് ഞാൻ എടുക്കുക. കാരണം ഞാൻ ഇതുപോലെ ദുബായിൽ പോയപ്പോൾ ഇൻ്റർനാഷണൽ പ്ലാൻ എടുത്തപ്പോൾ വൈഫൈ കോളിംഗ് എടുത്തപ്പോൾ 5G ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. 5G പിന്നെ നമ്മൾ 4Gയിലേക്കും 3Gയിലേക്കൊക്കെ മാറ്റിയിടണം. പക്ഷേ അതിന് പകരം ഞാൻ വൈഫൈ കോളിംഗ് ഇല്ലാത്ത സാധാരണ ഒരു ഇതാണ് എടുത്തത്. അതിന് ജിയോയിലാണ് ഏറ്റവും കുറവ്. 1,101 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 950 രൂപ കിട്ടും. പക്ഷേ നെറ്റ് ഓണാക്കിയിട്ടാൽ ഇത് ബും എന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ടൊക്കെ തീർന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് മിസ് കോള് കിട്ടും. അല്ലെങ്കിൽ ഒരാളെ വിളിച്ചാൽ മിനിറ്റിന് 5 രൂപ, ഒരു മിനിറ്റിന് 5 രൂപ എന്നുള്ള രീതിയിലാണ് പോവുക. നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ അവരുടെ മിസ് കോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ വാട്സാപ്പിൽ വിളിക്കാമല്ലോ. VPN വേണം. അത് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് വന്നേലും ഒരാഴ്ച മുന്നേ തന്നെ ഒന്ന് നടക്കാനൊക്കെ പോവുക. എങ്ങനെ വന്നാലും ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇവിടെ ഡെയിലി ഞങ്ങൾ നടക്കലുണ്ട്. കാരണം കുറച്ചൊന്ന് നടന്ന് ഒരു എക്സസൈസ് ഒക്കെ ചെയ്തോ ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് കുറെ കൂടി കാര്യങ്ങൾ ഒരു ദിവസം. കാറിലും ബൈക്കിലും നടക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി പ്രായമുള്ളവർക്കും കൂടിയാണ് ഞാൻ പറയണത്. നടത്ത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. അത് ഇതുപോലെ റോട്ടിൽ കൂടി ഇങ്ങനെ നടക്കാം, ഒരു മനുഷ്യൻ ചോദിക്കില്ല. ഇപ്പം പണ്ട് ചൈനക്കാർ കൂടുതൽ നടന്നവർ ഇപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. എവിടെ നോക്കിയാലും ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമുക്കിവിടെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുക, ഇവരുടെ നിന്ന് വണ്ടി വാങ്ങിക്കുക ഓടിക്കുക. ഹെൽമെറ്റും വേണ്ട, ലൈസൻസും വേണ്ട. ഞാൻ ഇവിടുത്തെ റിയൽ ഇപ്പം നടക്കണ കാര്യമായിട്ട് പറയണേ. 20 RMB ഒക്കെയാണ് ഇവർക്ക് ഫൈൻ എന്തെങ്കിലും വേണ്ടി വന്നാൽ കൊടുക്കേണ്ടുള്ളൂ. VPN-ഉം അലിപേയും നിങ്ങളുടെ ഫോണിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ
എവിടെ വേണമെങ്കിലും പോയി ഒരു മനുഷ്യനെ ഒരു പൈസയുടെ കാര്യത്തിലോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അലിപേ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. അതായത് ഗൂഗിൾ പേ പോലെ നമുക്ക് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാം. അങ്ങനെ ഇവിടുത്തെ ഗൂഗിൾ പേ ആണ് അലിപേ, ഇവിടുത്തെ വാട്സാപ്പ് ആണ് വിചാറ്റ്. വിചാറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലെ സിം ഉപയോഗിച്ചിട്ട് ഇവിടെ എടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരുപാട് സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഉള്ളവരെല്ലാം വിചാറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിചാറ്റും ഡൗൺലോഡ് ചെയ്താൽ നല്ലതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ചൈനീസ് സിം എടുക്കണമെങ്കിൽ ചൈനീസ് സിം എടുക്കുക. അത് എടുത്തു കഴിഞ്ഞാലാണ് ഈ വിചാറ്റ് എന്ന് പറഞ്ഞ സംഭവം എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ദുബായ് നമ്പർ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വിചാറ്റ് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങളിതിൽ വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല, എന്നാലും ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരു 4 ദിവസമായിട്ടുള്ള ആ ഒരു പരിചയത്തിൽ പറഞ്ഞത് അത് വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ താഴെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ ഇട്ടുതരാം. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബൾക്ക് ഓർഡർ ഇപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇവിടെ ഒരാളുണ്ട് വീടിനടുത്തൊന്നും ഇരിക്കേണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ വിളിച്ചോ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.